നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമ, എൻ്റെ ഇൽമ് അധികരിപ്പിച്ച് തരണേ പടച്ചവനെ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇൽമ അള്ളാഹു അധികരിപ്പിച്ച് തരട്ടെ. ഓരോ ആഴ്ചയിലും വ്യക്തമായി പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പുണ്യം നേടാൻ, സ്വർഗം നേടാൻ അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റൊരു സംഭവത്തിലൂടെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിലേക്കൊരു പെണ്ണു വന്നിട്ട് നിറകണ്ണുകളോടെ പറയുന്നു, ഇന്നി അദ്നബതു ദംബൻ അദീമ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി നബിയെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു, എന്ത് തെറ്റാണ് നീ ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ പെണ്ണ് തുറന്നു പറയുന്നില്ല, സങ്കടം വരുന്നു, കരയുന്നു, നിലവിളിക്കുന്നു, വലിയ തെറ്റാ നബിയെ ഞാൻ ചെയ്തു പോയത്. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്ത് തെറ്റാ നീ ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ പെണ്ണ് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു നബിയെ. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, വ്യഭിചരിച്ചുവെങ്കിൽ പൂർണ്ണമായും അള്ളാഹുവിനോട് നീ തൗബ ചെയ്യണം. ആ പെണ്ണ് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചത് മാത്രമല്ല, ആ വ്യഭിചാരത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ജനങ്ങളെല്ലാവരും പിന്നെ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയെന്ന് പറഞ്ഞ് കളിയാക്കില്ലേ എന്ന് പേടിച്ചിട്ട് ആ കുഞ്ഞിനെ ഞാൻ തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു നബിയെ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. മൂസാ നബിക്ക് ആകെ സങ്കടം തോന്നി, ദേഷ്യം വന്നു, പ്രയാസം വന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനോട് പറഞ്ഞു, ഇറങ്ങിപ്പോകണം ഇവിടെ നിന്ന്, എൻ്റെ മുമ്പിൽ നിൽക്കരുത്. അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ തീജ്വാല വന്ന് നിന്നെ പിടിച്ചടക്കാൻ വന്ന് വീഴുമ്പോൾ അത് എന്നെ കൂടി പിടിക്കുമോ എന്ന് ഞാൻ ഭയന്നു പോവുകയാണ്. ഇറങ്ങിപ്പൊയ്ക്കോ, നാശമേ, ശാപമേ എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ആട്ടിയോടിച്ചു. ആ പെണ്ണ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോയി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അരീശം അടക്കാനായില്ല. ആ സമയത്ത് മലക്ക് വന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ ആരെയാണ് ആട്ടിയോടിച്ചത്? വ്യഭിചരിച്ചു, വ്യഭിചാരത്തിലൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന് വന്ന് അങ്ങയോട് തെറ്റു പറഞ്ഞ പെണ്ണിനെയാണോ അങ്ങ് ആടിയോടിച്ചത്? മൂസാ നബി പറഞ്ഞു, അതെ, അവളെ എനിക്ക് കാണണ്ട, സർവനാശവും അള്ളാഹുവിൻ്റെ വിപത്തുകളും ഈ നാട്ടിലിറങ്ങാൻ അവൾ കാരണമാണ്, അത്രയും വലിയ തെറ്റല്ലേ അവൾ ചെയ്തിരിക്കുന്നത്. മലക്ക് പറഞ്ഞു, നബിയെ, അതിനേക്കാൾ തെറ്റ് ചെയ്തവർ അങ്ങയുടെ മുമ്പിലുണ്ട്, അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവർ അങ്ങയുടെ മുമ്പിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്ഭുതം തോന്നി, അള്ളാഹു അതാരാണ്? അതിനേക്കാളും വലിയ ഭയാനകരമായ തെറ്റ് ചെയ്തവർ. വ്യഭിചാരം തെറ്റാണ്, ആ വ്യഭിചാരത്തിൽ കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ കൊല്ലുന്നത് അതിലേറെ തെറ്റാണ്. അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവർ ആരാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആശ്ചര്യം തോന്നിപ്പോയി. മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയെ, അള്ളാഹ് അറിയിച്ചു, അള്ളാഹുവിനോട് കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് വിശ്വാസികൾ നിസ്കാരത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിസ്കാരം നിർബന്ധമാക്കിയവർക്ക് ആ നിസ്കാരത്തെ തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെ നിസ്കാരത്തെ ഒഴിവാക്കിയവർ, തള്ളിക്കളഞ്ഞവർ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ പെണ്ണിനെക്കാളും ഭയാനകരമായ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മലക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം 5 നേരം ഒരു കഷ്ടപ്പാടുമില്ല അല്ലേ? നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ ഇരിക്കുക, ഇരിക്കാൻ കഴിയാത്തവർ കിടക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതല്ലേ. ഇനി കിടന്നിട്ടും ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണുകൊണ്ടെങ്കിലും ഒന്ന് ആംഗ്യം കാണിക്കണം ആ വിബാദത്തിന് വേണ്ടി എന്ന് പഠിപ്പിച്ചെങ്കിൽ അത്രത്തോളം ഗൗരവമുള്ളതാണ്. ബുദ്ധിയും കഴിവും തൻ്റെ ഇടവും അള്ളാഹു തന്നിട്ട് അതൊന്നും വകവയ്ക്കാതെ അള്ളാഹുവിൻ്റെ പള്ളിയുടെ മുമ്പിലൂടെ പോയാൽ പോലും നിസ്കരിക്കാതെ, വീട്ടിൻ്റെ അകത്ത് എത്ര സമയം വെറുതെ പാഴിക്കളഞ്ഞാൽ നിസ്കരിക്കാത്തവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ പോലും ബറക്കത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അത് എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ മറന്നു പോകരുത്, സഹോദരങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് വീട്ടിലുള്ള മക്കളെ കൃത്യമായി ഉമ്മമാർ നിസ്കരിക്കാൻ കയറുമ്പോൾ കൂടെ കൊണ്ട് കയറി നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലിപ്പിക്കുക, ദിക്റ് ചൊല്ലിപ്പിക്കുക. ഈ എപ്പിസോഡിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറഞ്ഞു, നിർബന്ധമായും നമ്മുടെ മക്കളെ നിസ്കരിച്ച് ശീലിപ്പിക്കുക. 5 വയസ്സ് 6 വയസ്സായ മക്കളെ ഒതുവടിപ്പിച്ച് കൂടെ കൊണ്ട് നിർത്തി നിസ്കരിപ്പിക്കണം. ബാങ്ക് കേൾക്കുമ്പോൾ അവർ ചോദിക്കണം, ഉമ്മ നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന് ചോദിക്കണം. ആ രീതിയിലേക്ക് എത്തിക്കണം കാര്യങ്ങൾ. നബി തങ്ങൾ പറഞ്ഞല്ലോ, വീടിൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്ന് 5 നേരം ഒരാൾ നിത്യമായി കുളിച്ചാൽ, വൃത്തിയാക്കിയാൽ അയാളുടെ ശരീരത്തിൽ വല്ല അണുക്കളും ഉണ്ടാകുമോ?
സഹാബികൾ പറഞ്ഞു, ഇല്ല, ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. 5 നേരം ശരീരവൃത്തിയാക്കി മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് നിസ്കാരം നടത്തിയാൽ അവൻ്റെ മനസ്സിൽ ഒരു കറകളുണ്ടാവൂല, കളങ്കതയുണ്ടാവൂല, വിശ്വാസം പ്രകാശിക്കും, അതിലേറെ അവൻ്റെ ജീവിതം സന്തോഷപൂരിതമാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ അമലിനെ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുക. ഈ ആഴ്ചയിലെ ഏറ്റവും വളരെ പഠനാർഹമായ, അത്ഭുതപ്പെടുത്തി കളഞ്ഞ ധാരാളം ചോദ്യങ്ങൾ സഹോദരിമാർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിലേക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും കടന്നുവരാം. കാത്തിരിക്കുക. യെസ്, എവിടെയും മാറ്റുരയ്ക്കാവുന്ന വിശ്വാസത്തിന്റെ പാരമ്പര്യം. അറേബ്യൻ ജ്വല്ലേഴ്സ്, കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം അയോട്ട ഐസ്ക്രീംസ്, the real taste of milk. എത്ര തിന്നാലും മതി വരില്ല. അതാണ് അയോട്ട ഐസ്ക്രീം. തെക്കൻ കേരളത്തിലെ പ്രമുഖ അസ്ഥിസന്ധി ചികിത്സാ കേന്ദ്രം പ്രകൃതി ആയുർവേദം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. ഇത് നട്ടിയുടെ പ്ലെയിൻ കാഷ്യൂസ്. നിങ്ങളുടെ മമ്മിക്ക് നട്ടിയുടെ ചില്ലി ഗാർലിക് കാഷ്യൂസ്, പപ്പയ്ക്ക് നട്ടിയുടെ ഡ്രൈ റോസ്റ്റഡ് കാഷ്യൂസ്, എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് നട്ടിയുടെ ഹണി കോട്ടഡ് കാഷ്യൂസ്. Nutty cashew nut is my favorite. കൊളസ്ട്രോൾ വരും. നട്ടി കാഷ്നട്ടിൽ നോ കൊളസ്ട്രോൾ, വിറ്റമിൻസ്, മിനറൽസ്, റെസിസ്റ്റന്റ് പവർ, ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. Nutty എന്നാൽ tasty cashews. അസ്സലാമു അലൈക്കും. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അബൂബക്കർ മണ്ണാർക്കാട് നിന്നുമാണ്. ഞാൻ ഉമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഉമ്മ മരണപ്പെട്ടു. എൻ്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. ഞാൻ എന്തു ചെയ്യും? ഉമ്മയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും ഉമ്മയോടുള്ള ആദരവിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും നേരത്തെ ഉമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ഈ പ്രിയപ്പെട്ട സഹോദരൻ തീർത്തും ആ ഉമ്മാക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. സ്വതക്ക ചെയ്യുക, ഉമ്മാക്ക് വേണ്ടി പള്ളികൾക്ക് സ്വതക്ക കൊടുക്കുക, അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, എന്നും ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ദുആ ചെയ്യുക, ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് തന്നെയാണ് ഉമ്മയോട് ഇനിയുള്ള പൊരുത്തം ചോദിക്കൽ. അള്ളാഹു ആ പൊന്നുമോന് ഉമ്മയുടെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ഭാര്യ എന്നെ വഞ്ചിച്ചു എന്ന് പൂർണ്ണ ഉറപ്പാണ് എനിക്ക്. തൊലാക്ക് ചെയ്യൽ അനുവദനീയമാണോ? നൗഷാദ് തിരൂർ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. തൊലാക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറെ വെറുക്കുന്ന ഒരു ഹലാലായ കാര്യമാണ്. ഇന്ന തൊലാക്ക യഹദ്ദസു മിൻഹുൽ അർശ്, അർശ് കിടുകിടാ വിറച്ചു പോകുന്ന ഒരാൾ തൊലാക്കിയില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ചർച്ച ചെയ്തിട്ടൊന്നും, പെണ്ണാണ്, പെണ്ണിൻ്റെ മനസ്സാണ്, ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവാം, നമ്മുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് വേണ്ടപ്പെട്ടവരുമായി ചർച്ച നടത്തി കഴിവിൻ്റെ പരമാവധി ചേർച്ചയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ തീർത്തും കഴിയാതെ വന്നാൽ മാത്രം ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ തലാഖിനെ കുറിച്ച് ആലോചിക്കാവൂ. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് 1-2 കുടുംബ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിഹരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടപെടേണ്ട കാര്യമാണെങ്കിൽ ഇടപെടും. കഴിവിൻ്റെ പരമാവധി ചർച്ച ചെയ്ത് പരിഹരിക്കുക. അവസാന ഘട്ടത്തിൽ മാത്രം തലാഖിനെ കുറിച്ച് ആലോചിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരിച്ചാൽ ആ സൂറത്ത് ആദ്യം മുതൽ ഓതണമോ? സുലൈമാൻ ആലങ്കോട് നിന്നുമാണ് ചോദിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആദ്യം മുതൽ ആ ഖുർആൻ വീണ്ടും ഓതണമെന്നില്ല. ആ ഖുർആൻ ഓതുന്നതിനിടയിൽ കഴിവിൻ്റെ പരമാവധി സംസാരിക്കാതിരിക്കുക. പിന്നെ സംസാരിച്ച് പോയാൽ ആദ്യം മുതൽ തന്നെ വീണ്ടും ഓതണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല.
ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരിക്കുമ്പോൾ ഖുർആൻ മടക്കി വെക്കണം. ഖുർആൻ നിവർത്തി വെച്ച് ഫോണിലൂടെ എന്താ സുഖമാണോ എന്താ വിശേഷം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഖുർആനിനോട് അദബ് കാണിച്ചുകൊണ്ട് വേണം പിന്നെ നമ്മൾ മറ്റു കാര്യത്തിലേക്ക് ഇടപെടാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചിരിക്കാൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല. ഖുർആൻ മടക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് മടങ്ങി വന്ന് വീണ്ടും ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് എവിടെ മുതലാണോ നിർത്തിയത് അവിടെ മുതൽ വീണ്ടും ആരംഭിക്കുക. 2 സൂറത്ത് മാത്രമേ കാണാതെ അറിയൂ. അങ്ങനെയെങ്കിൽ എല്ലാ നിസ്കാരത്തിലും അത് മതിയോ? ഷുക്കൂർ മേലേക്കരിക്കകത്തു നിന്നും ചോദിച്ചിരിക്കുന്നു. ഖുർആനിൽ ധാരാളം ചെറിയ ചെറിയ അധ്യായങ്ങളുണ്ട്. കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ ശ്രദ്ധിക്കുക. അറിയാവുന്ന സൂറത്ത് തന്നെ മാത്രമേ നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റൂ. അതൊരു സുഖമാണ് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കാതെ ബാക്കിയുള്ള സൂറത്തുകൾ പഠിക്കാൻ ശ്രമിക്കുക. നിരന്തരം ശ്രമിച്ചാൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അറിയുന്നുള്ള സൂറത്ത് തൽക്കാലം ഇപ്പോൾ നിസ്കാരങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ റക്അത്തിനും ഓതാൻ ശീലിക്കുക. അത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഉംറയ്ക്ക് പോകാൻ നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വല്ല അമലുകളും ഉണ്ടോ? സൽമാൻ പെരുവഴിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഉംറയ്ക്ക് പോകാൻ നിയത്ത് ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കുക. നിയ്യത്തൊന്ന് ബലപ്പെടുത്തുക. അള്ളാഹു പോണം അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാവും. ഞാൻ പോകണമെന്ന് തീരുമാനിച്ചത് വെറും സ്ഥലം കാണാനല്ല, ജനങ്ങളോട് അറിയാൻ വേണ്ടിയിട്ടല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. അള്ളാഹു എനിക്ക് അവിടെ എത്തണം, ഉംറ ചെയ്യണം, അപ്പോൾ മക്ക കാണണം, മദീന കാണണം. ആ നിയ്യത്തിനെ ഒന്ന് ബലപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഇഖ്ലാസ് കൂട്ടുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നടക്കും. ചെല്ലുമ്പോൾ തന്നെ കബൂലിയത്ത് ഉണ്ടാകും. പിന്നെ സ്വലാത്ത് ശരിക്കും അധികരിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം നബിതങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണത്തക്ക വലിയ സമ്മാനമായിട്ട് ചെല്ലണമല്ലോ. നമ്മുടെ കരളിൻ്റെ കാതലല്ലേ. അള്ളാഹു എത്താനും കാണാനും ഹബീബിൻ്റെ ചാരത്ത് പോയി ഇരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണം നിലത്ത് വീണാൽ അത് വേസ്റ്റ് ബക്കറ്റിലേക്ക് അടിച്ചുവാരി ഇടുന്നതിൽ തെറ്റുണ്ടോ? ഷംന ഇടപ്പള്ളിയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. നിലത്ത് വീണ ഭക്ഷണത്തെ നിസാരമാക്കുക ദാരിദ്ര്യത്തിന് കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എച്ചില് എന്ന് പറയാൻ എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ലെന്ന്. നിലത്ത് ഭക്ഷണം വീഴുമ്പോൾ അത് എച്ചിലാണ് എന്ന് പറയാൻ വരെ പാടില്ലെന്ന്. അതുകൊണ്ടാണ് കൈകളിൽ ഭക്ഷണം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ റസൂൽ അതിങ്ങനെ ഉറിഞ്ചി അതിൻ്റെ ഒരു അല്പം പോലും ഇരിക്കാതെ വൃത്തിയായി കഴിക്കണമെന്നും പാത്രം വടിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ രഹസ്യം അതാണ്. നിസ്സാരമാക്കാൻ പാടില്ല. പിന്നെ വീടടിച്ചു വാരുമ്പോൾ ചിലപ്പോൾ ഭക്ഷണങ്ങൾ ഉണ്ടാകും. കഴിവിൻ്റെ പരമാവധി അത് ഏതെങ്കിലും ജീവികൾക്ക് ഇട്ടുകൊടുത്ത് കഴിപ്പിക്കുക. അല്ലാതെ അതിനെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് ചപ്പ് ചവറുകിടുന്ന ഭാഗത്തേക്ക് തൂത്തുകൊണ്ട് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇഴയ്ക്കാൻ പാടില്ലല്ലോ. എന്നാൽ സ്ത്രീകളായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫാത്തിമ ഹസൻ മഞ്ഞളാംകുഴിയിൽ നിന്നും. സ്ത്രീകൾക്ക് ആ വിഷയം ഒരിക്കലും ബാധകമല്ല. കാരണം ഞെരിയാണിക്ക് തൊട്ടു മുകളിൽ ഒരു പെണ്ണ് വസ്ത്രം ധരിച്ചുകൊണ്ട് ബാക്കി കാല് കാണിച്ചുകൊണ്ട് നടക്കാൻ പാടില്ലത് ഹറാമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞെരിയാണിക്ക് താഴെ വസ്ത്രം മേടിച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിൻ്റെ സൂചനയാണ്. അത് പാടില്ല എന്ന് പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞെരിയാണിയുടെ ഭാഗം പുറത്ത് കാണാൻ പാടില്ല. സോക്സ് വരെ ധരിക്കണം അവർ. കാലിൻ്റെ ഉള്ളു പുറത്ത് കാണാൻ പാടില്ല. അപ്പോൾ പൂർണ്ണമായും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറയുന്ന രീതിയിൽ തന്നെ സ്ത്രീകൾ വസ്ത്രം ധരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. പള്ളിയിലെ കാണിക്ക വഞ്ചി പൊട്ടിച്ചപ്പോൾ കുറച്ച് കാശുകൾ നശിച്ചുപോയി. ഇതിന് എന്താണ് പരിഹാരം? ഞാൻ എന്തു ചെയ്യണം? ഒരു മഹല്ല് കമ്മിറ്റി പ്രസിഡന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പള്ളിയുടെ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ചോദിച്ചിരിക്കുന്ന നല്ലൊരു ചോദ്യമാണ്. അള്ളാഹു ആ സംഘാടകർക്ക്, ആ പരിപാലകർക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പള്ളിയുടെ കാണിക്ക വഞ്ചി പൊട്ടിച്ചപ്പോൾ കുറച്ച് കാശ് നുരുമ്പി നഷ്ടപ്പെട്ടു പോയി. അതിന് എന്താണ് പരിഹാരം? ഒരിക്കലും അതിന് പരിഹാരമില്ല. അള്ളാഹുവിനോട് തീർത്തും അതിന് സമാധാനം പറഞ്ഞാൽ മതിയാവുകയുള്ളൂ. എത്ര രൂപയാണ് നശിച്ചത്? അത് ഇടേണ്ടത് ആരാണ്? പൊതുജനങ്ങളല്ല, ആ പള്ളിയിലെ സംഘാടകരാണ് ഇടേണ്ടത്. കാരണം ആ പള്ളിയുടെ കാണിക്ക വഞ്ചിക്കകത്തുള്ള കാശ് സൂക്ഷിക്കേണ്ട ബാധ്യത പള്ളി കമ്മിറ്റിക്കുള്ളതാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ, ആ പൈസ അതിനകത്ത് കിടന്ന് കുറേ നാളുകളായി എടുക്കാൻ കഴിയാതെ നശിച്ചു പോയാൽ അത്രയും കാശ് ആരാണോ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അവർ തന്നെ അത് തിരിച്ച് അടച്ച് ആ ബാധ്യത തീർക്കണം. ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. നിൻ്റെ തെറ്റുകൊണ്ടായിരിക്കില്ല, നിൻ്റെ കുറ്റം കൊണ്ടായിരിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം നിനക്കാണ്. അല്ലാതെ പള്ളിയുടെ കുറച്ച് കാശ് പോയി പൊതുജനങ്ങളിൽ നിന്ന് കാശ് വാങ്ങിച്ച് വയ്ക്കാനും പറ്റില്ല. നിൻ്റെ കാശ് ആരാണോ അതിന് അധികാരമേറ്റ് അവർ സൂക്ഷിച്ചിരിക്കണം. അത് എന്തിനേറെ പള്ളിയുടെ കാണിക്ക വഞ്ചി പൊട്ടിച്ചു കൊണ്ടുപോകുമ്പോൾ 1 രൂപ ആ സഞ്ചിയിൽ നിന്ന് നിലത്ത് വീണു, നീ കണ്ടില്ല, എന്നാൽ പോലും നിനക്ക് തെറ്റാണ്. കാണാതെയും വരാൻ പാടില്ല. അത്ര സൂക്ഷ്മമായിട്ട് പള്ളിയുടെ പൈസയുമായി ബന്ധപ്പെടണം. തൊട്ടാൽ തീ പാറുന്ന കനൽക്കട്ട പോലെ അതിനോട് പെരുമാറണം. അത് ബൈത്തുൽ മാലാണ്.
മക്ബറകളിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുക, പേരിടുക, അവിടത്തെ ബർക്കത്തിനു വേണ്ടി ദുആ ചെയ്യുക, ഇത് അനുവദനീയമാണോ? സക്കീർ കിളിമാനൂർ നിന്നും ചോദിച്ചിരിക്കുന്നു. തീർത്തും അനുവദനീയമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കിടന്നുറങ്ങുന്ന മക്കാമുകളിൽ പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ആദ്യമായിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്നു മഹാന്റെ മുമ്പിലാണ്. ആ ഒരു ബർക്കത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാം. അവിടെ ചെയ്യാവൂ എന്നല്ല, അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും തെറ്റില്ല. പേരിട്, എൻ്റെ മോൻ്റെ പേരിടുന്നത് ആ പള്ളിയിൽ കൊണ്ടുവച്ചു. മഹാനുഭാവന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മരണപ്പെട്ടു പോയവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ മുമ്പ് പോയി പേരിടുക. പിന്നെ ബർക്കത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് സിയാറത്തിന് കൊണ്ടുപോവുക, അതൊക്കെ ചെയ്യാം. പിന്നെ നഫീസ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉപ്പ മകളെയും കൊണ്ട് സിയാറത്തിന് പോയിരുന്നു. അത്രയും മക്കാമുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയിരുന്നു, അതുപോലെ മഹാന്മാരുടെ മക്കാമുകളിലും പോയിരുന്നു. അവരും അത് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അത് പുണ്യങ്ങൾക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി ചെയ്യാം. അവിടെ നടക്കുന്ന അനാചാരങ്ങൾ ഇതിലൂടെ ഞാൻ ഹലാലാക്കി എന്ന് നിങ്ങൾ പറയാം. അഴിഞ്ഞാട്ടങ്ങൾ നടക്കുന്നുണ്ട്, സ്ത്രീകളെ ശ്രദ്ധിക്കുന്നില്ല, അതുപോലെ കള്ളുകൂടികൾ പരിസരത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മഖാമുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അള്ളാഹുവിനെ സാക്ഷി നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളത് കണ്ടിട്ട് നമ്മൾ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും നിൽക്കേണ്ട. നമ്മൾ അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ആദരിക്കുക. നമ്മൾ അറിവില്ലാത്ത പാവപ്പെട്ടവരാണ്. എൻ്റെ മോനെ ഞാൻ കൊണ്ടുവന്നു, എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നു, അള്ളാഹുവെ നീ നോക്കണം, നിൻ്റെ വിലായത്തിൻ്റെ പദവിയുള്ള മഹാനുഭാവൻ്റെ മുമ്പ് വെച്ച് ചോറ് കൊടുക്കുന്നു, അതൊരു ബർക്കത്തിനാണ്. പേരിടുന്നു, അതൊരു ഐശ്വര്യത്തിനാണ്. അതൊക്കെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടാനും അവരുടെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത സമയത്താണ് ഞാൻ നിസ്കാരം തുടങ്ങിയത്. കഴിഞ്ഞ കാലത്തെ നിസ്കാരങ്ങൾ ഞാൻ എങ്ങനെ ഖളാ വീട്ടും? ഹാഷിം വർക്കല നിന്നും ചോദിച്ചിരിക്കുന്നു. നിർബന്ധമായ നിസ്കാരങ്ങളൊക്കെ അള്ളാഹ് വിട്ടണം. ഈ അടുത്ത സമയത്ത് ഒരുപാട് പേര് പ്രസംഗം കേട്ടത്. ഇപ്പോൾ ഈ 37 വയസ്സുള്ള ഒരു സഹോദരി അബൂദാബി എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഞാൻ പടച്ചവനെ സുജൂദ് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം ഒരു വഖ്ത് നിസ്കരിച്ചിട്ടില്ല. അത് അങ്ങനെയാണല്ലോ ജീവിതത്തിൽ. പെട്ടെന്നൊരു ഹിദായത്ത് അല്ലാഹ് കൊടുക്കുമ്പോൾ ഖളാ വീട്ടി നിസ്കരിക്കണം ബാക്കി നിസ്കാരങ്ങളെ മുഴുവനും. അതിനൊരു കണക്ക് തയ്യാറാക്കണം. 15 വയസ്സ് മുതൽ അള്ളാഹു ഒരു വർഷത്തെ കണക്കെടുക്കണം ആദ്യം. എന്നിട്ട് ആ ഒരു വർഷത്തെ മുഴുവനായും ലുഹറിന് മുമ്പ് 4 പിന്നെ നിസ്കരിക്കുക. എന്നിട്ട് പറയണം, നഷ്ടപ്പെട്ടു പോയ ലുഹർ ഞാൻ ഖളാ വീട്ടാണെന്ന് കരുതുക. ലുഹറിന് ശേഷം വീണ്ടും ഒരു ലുഹർ കൂടി നിസ്കരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 5 വഖ്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് നിനക്ക് 10 ലുഹർ, ഒരു ലുഹറിന് നിസ്കരിക്കുമ്പോൾ ഒരു 10 ദിവസം നീ അത് കണക്കാക്കുമ്പോൾ നിൻ്റെ 20 ലുഹർ നിസ്കാരം നിനക്ക് ഖളാ വീട്ടാൻ സാധിക്കും. അങ്ങനെ ഒരു കണക്ക് കൂട്ടി തിട്ടപ്പെടുത്തി നിർബന്ധമായും അത് നിസ്കരിച്ച് വിടണം. തൗബ ചെയ്യണം. കഴിവിൻ്റെ പരമാവധി ഞാൻ ഖളാ വീട്ടി എന്ന മനസ്സിന് ഒരു തൃപ്തി വരുന്നത് വരെയും വീട്ടണം. ഈ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൈനബ ആലങ്കോട് നിന്നുമാണ്. ചാരി ഇരുന്ന് ഖുർആൻ ഓതാൻ പാടില്ല, എന്നാൽ സുഖമില്ലാത്തവർക്ക് അത് തെറ്റുണ്ടോ? ചാരിയിരുന്ന് ഖുർആൻ ഓതൽ കറാഹത്താണ്. കാലി നീട്ടിയിരുന്ന് ഖുർആൻ ഓതൽ കറാഹത്താണ്. ഒന്നിലേക്ക് ആശ്രയിച്ചിരുന്ന് ഖുർആൻ ഓതൽ കറാഹത്താണ്. ഇതൊക്കെ ഖുർആനിൻ്റെ മര്യാദകൾ പറയുന്ന ഭാഗത്ത് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് സുഖമില്ല, നടുവേദനയാണ്, കാലുവേദനയാണ്, മടക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ ഓതുമ്പോൾ ഈ രീതിയിലൂടെ ചെയ്തത് കൊണ്ട് അത് തെറ്റൊന്നുമല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. വിശേഷങ്ങള് മരുഭൂമിയില് കണ്ണു കാണാതാവുന്ന മണൽക്കാറ്റുണ്ട്, മത്സരങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. പിന്നെ മണലാരണ്യത്തിലും ഇതുപോലെ എത്ര കണ്ടാലും മതിവരാത്ത ഉദയാസ്തമയങ്ങൾ കാണാം. നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങളുണ്ട്. പിന്നെ സ്വർണ്ണ മലകളുണ്ട്. സ്വർണ്ണം എന്ന് വെച്ചാ തനി തങ്കം. പിന്നെന്താ ഞങ്ങൾക്ക് അവിടെ സ്വർണം കൊണ്ടുവരാങ്ങേ? അതിനല്ലേ ഇവിടെ അറേബ്യൻ ജ്വല്ലേഴ്സ്. അറബി നാട്ടിലെ മാറ്റു കുറയാത്ത തനി തങ്കം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാഷനിലും ഡിസൈനിലും എവിടെയും മാറ്റുരയ്ക്കാവുന്ന വിശ്വാസത്തിന്റെ പാരമ്പര്യം. അറേബ്യൻ ജ്വല്ലേഴ്സ്, കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി. നോ കൊളസ്ട്രോൾ, വിറ്റമിൻസ്, മിനറൽസ്, റെസിസ്റ്റന്റ് പവർ, ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. Nutty എന്നാൽ tasty cashews. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം Iota ice creams, the real taste of milk. ഐസ്ക്രീം എന്നാൽ അത് അയോട്ട തന്നെ. കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി. എവിടെയും മാറ്റുരയ്ക്കാവുന്ന ഈമാനിൻ പാരമ്പര്യം.
അൽഹംദുലില്ലാ, നിസ്കാരത്തെക്കുറിച്ചും ഉളൂവിനെക്കുറിച്ചും നിത്യമായ അമലിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ധാരാളം പ്രിയപ്പെട്ട സഹോദരിമാർ എഴുതി അയക്കണം. ചില സഹോദരിമാർ ഒരു ചോദ്യം എഴുതുന്നതിന് 10 പേജ് എഴുതും. വീട്ടിലെ വിശേഷങ്ങളെല്ലാം എഴുതും. നിങ്ങളെ ഇഷ്ടം കൊണ്ടും അത് അറിയിക്കാനുള്ള താല്പര്യം കൊണ്ടുമാണെന്നറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അത്രയും വലിയ കത്ത് കാണുമ്പോൾ തല കറങ്ങി പോവാണ്. കാരണം വായിച്ച് അതിൽ നിന്നൊരു ചോദ്യം കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്കി എഴുതിയിട്ട് പ്രിയപ്പെട്ട സഹോദരിമാർ ഈ പ്രോഗ്രാമുമായി സഹകരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, 1ാം സമ്മാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ചോദ്യകർത്താവിന് സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡാണ്. അള്ളാഹു ആ സ്ഥാപനത്തിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് വടകരയിലുള്ള പവർസോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ സ്ഥാപനം നടത്തുന്ന മുസ്തഫ എന്ന സഹോദരനാണ്. അള്ളാഹു ആ സഹോദരനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്, ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഖുർആനിലൂടെ കണ്ടെത്താൻ പറഞ്ഞിരുന്നത്, ഖുർആനിൽ ആകെ ഒരു സ്ത്രീയെക്കുറിച്ച് മാത്രമേ പേര് പറഞ്ഞു പരാമർശിച്ചിട്ടുള്ളൂ, മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ മറിയം ബീവിയെക്കുറിച്ച് 34 പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ആ പേര് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിയോടൊപ്പം സ്വർഗം പുൽകാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഈ ആഴ്ചയിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്ന ദുആ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ ആഴ്ചയിലും 2-3 പ്രാവശ്യം അടുത്തിരുത്തി ഓദിപ്പിച്ചിരുന്ന, മന്ത്രിപ്പിച്ചിരുന്ന, ചെയ്യിപ്പിച്ചിരുന്ന മനോഹരമായ ദുആ എല്ലാവരും എഴുതിയെടുക്കുക. ഇംസഹിൽ ബഅസ റബ്ബന്നാസ്. ഇംസഹിൽ ബഅസ, ഹംസ് മീം സീൻ ഹാ, ഇംസഹിൽ ബഅസ റബ്ബന്നാസ്. ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ബിയദിക ശിഫാ ലാ കാശിഫ ഇല്ലാ അന്ത. ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ബിയദിക ശിഫാ ലാ കാശിഫ ലഹു ഇല്ലാ അന്ത. ഇംസഹിൽ ബഅസ റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബേ സർവ്വദോഷങ്ങളെയും നീ മായിച്ചു കളയണേ അല്ലാ. നിരന്തരം ഓതാനുള്ള ദുആയാണ്. സർവ്വദോഷങ്ങളെയും നീ മായിച്ചു കളയണേ അല്ലാ. ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ബിയദിക ശിഫ, നിന്റെ കയ്യിലാണ് സർവ്വസുഖങ്ങളും ഐശ്വര്യങ്ങളും. ബിയദിക ശിഫ, നിന്റെ കയ്യിലാണ് സർവ്വസുഖങ്ങളും. ലാ കാശിഫ ലഹു ഇല്ലാ അന്ത, വിപത്തുകളെ മായിച്ചു കളയാൻ നിന്നെ കൊണ്ടല്ലാതെ സാധ്യമല്ല. ലാ കാശിഫ ലഹു ഇല്ലാ അന്ത, ആ വിപത്തുകളെ മായിച്ചു കളയാൻ നിന്നെ കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ബിയദിക ശിഫ ലാ കാശിഫ ലഹു ഇല്ലാ അന്ത. ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ബിയദിക ശിഫ ലാ കാശിഫ ലഹു ഇല്ലാ അന്ത. ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ബിയദിക ശിഫാ ലാ കാശിഫ ലഹു ഇല്ലാ അന്ത. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഖുർആനിൻ്റെ 1ാമത്തെ അത്ഭുതം, നൂറൈനി എന്ന് പറയുന്ന 2 സംഭവം അള്ളാഹു പ്രവാചകർക്ക് കൊടുത്തു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നൂറൈനി, 2 പ്രകാശം. ഖുർആനിലുള്ള ഏറ്റവും 2 പ്രകാശം അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് ഞാൻ തന്നിട്ടുണ്ട്. ആ 2 പ്രകാശം ഈ സമുദായത്തിന് ഒരുപാട് ഉപയോഗപ്രദമാണ്. 2 ഭാഗമാണ് ഖുർആനിൻ്റെ, നൂറൈനി എന്നാണ് പറയുന്നത്. അത് 2 നിരന്തരം ഓതിയാൽ ധാരാളം നന്മകളാണ് അള്ളാഹു തരിക. കാത്തിരുന്നു കൊള്ളുക. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇൻഷാ അള്ളാഹ് പറഞ്ഞു തരും. നൂറൈനി, ഖുർആൻ നൂറാണ്, പക്ഷെ അതിനകത്തുള്ള 2 നൂർ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അതെനിക്ക് അള്ളാഹു തന്ന 2 വലിയ പ്രകാശങ്ങളാണ്. അത് 2 നിരന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രകാശമാണ് അള്ളാഹു കൊടുക്കുക, പ്രതിഫലമാണ് അള്ളാഹു തരിക. അടുത്ത വെള്ളിയാഴ്ചയിൽ അൽ ജവാബിന് വേണ്ടി കാത്തിരിക്കുക. അതിലൂടെ ആ 2 പ്രകാശം ഏതാണെന്ന് ഇൻഷാ അള്ളാഹ് അറിയിച്ചു തരും. അതുപോലെ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ദുആ, നമ്മുടെ ഈമാൻ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. പരലോകത്ത് കുഫാറുകളോടൊപ്പം അള്ളാഹു നമ്മെ വലിച്ചെറിയപ്പെടാതിരിക്കാൻ, കുഫാറുകളോടൊപ്പം നരകത്തിൽ ഇരിക്കാൻ, ഹാമാനും നമ്രൂദും പോലെയുള്ളവരുടെ കൂടെ നരകത്തിൽ കിടന്ന് വെന്തെരിയാതിരിക്കുവാനുള്ള ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ചയിൽ പഠിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ദുആയും ഈ ദിക്റും ഈ പഠനവും ഒക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് അറേബ്യൻ ജ്വല്ലറിയാണ്. എത്ര ദുആ ചെയ്താലും മതിയാവില്ല. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്റ്റാഫുകൾക്ക് അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ. കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അവിടെ സ്ഥാപനങ്ങളുണ്ട്. ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ ആ സ്ഥാപനം തുടങ്ങാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുവാനുള്ള വിലാസം, പള്ളിയിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ AM നൗഷാദ് ബാഖവി, ചീഫ് ഇമാം, വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്, തിരുവനന്തപുരം. വീട്ടിലേക്ക് കത്തുകൾ അയക്കുന്നവർ
അൽ ജവാബ്, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർ കുണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. എല്ലാവരും ഈ വിനീതിനു വേണ്ടിയും ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഹബീബ് എന്ന സുഹൃത്ത്, അതുപോലെ വീഡിയോഗ്രാഫർ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ, ഇതര മതത്തിൽപ്പെട്ട കൂട്ടുകാർ, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. നന്മയ്ക്ക് വേണ്ടിയും ഹിദായത്തിനു വേണ്ടിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മനോഹരമായ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാത്തിരിക്കൽ നിർബന്ധമായ ഖുർആനിൻ്റെ അത്ഭുതങ്ങളും പ്രാർത്ഥനകളുമായി നിങ്ങളെ തൃപ്തിപ്പെടുത്തി അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എൻ്റെ പ്രിയപ്പെട്ട സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.